എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും M7 സ്കൂളിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്, പരിശോധിക്കുന്നത് വരാൻ പോകുന്ന കേറ്ററ്റ് 1-2 ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷയെക്കുറിച്ചാണ്. നമുക്കറിയാം, കേരളത്തിലെ പ്രൈമറി, അപ്പർ പ്രൈമറി, ഹൈസ്കൂൾ വിഭാഗത്തിലെ അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി വർഷത്തിൽ 2 തവണ നടത്തപ്പെടുന്ന പരീക്ഷയാണല്ലോ കേറ്ററ്റ്. ഇപ്പോൾ നമ്മുടെ ഈ 2026 പരീക്ഷ ഫെബ്രുവരി മാസം നടക്കുകയാണ്. ഏറ്റവും അവസാനമായി പരീക്ഷ നടന്നത് നമുക്കറിയാം 2025 ജൂണിലാണ് ടെറ്റ് പരീക്ഷകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറെടുത്തിട്ടുള്ള 2026 ഫെബ്രുവരിയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ. എല്ലാവരും നല്ലതുപോലെ പഠിച്ച് റെഡിയായിരിക്കുകയാണ് എന്ന് കരുതുന്നു. പുതുതായി ആദ്യമായി പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ സ്വാഭാവികമായും ചില സംശയങ്ങളുണ്ടാകാം, ചില കൺഫ്യൂഷനുകളുണ്ടാകാം. അതൊക്കെ ഒന്ന് മറികടക്കാൻ കഴിയണം. അതുപോലെ സ്ഥിരമായി തുടർച്ചയായി എഴുതി ശീലിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ മെച്ചപ്പെട്ട വിജയം ഈ പരീക്ഷയിൽ കരസ്ഥമാക്കും എന്ന് കരുതുന്നു. എനിവേ, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, ആദ്യമായി എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കും ഒക്കെ ആദ്യമേ തന്നെ വിജയാശംസകൾ നേരുന്നു. നമ്മൾ OMR പരിശോധിക്കുമ്പോൾ, OMR ലഭിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ചില വസ്തുതകൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ്. കൃത്യസമയത്തിന് മുമ്പ് തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരുക എന്നതാണ് അടിസ്ഥാനപരമായ കാര്യം. രാവിലെ തന്നെ ഉണരുകയും, നമുക്കറിയാം 10 മണിക്കാണ് എക്സാം, ഉച്ചയ്ക്ക് ശേഷവും പരീക്ഷയുണ്ട് അല്ലേ? അപ്പോൾ രാവിലെയാണ് എക്സാം എന്നുള്ളത് കൊണ്ട് 10 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് ഹാളിൽ എത്തപ്പെടണം എന്നുള്ളത് കൊണ്ടും, രാവിലെ പരീക്ഷ ആയതുകൊണ്ട് തിരക്കുകളെല്ലാം ഒഴിവാക്കി വളരെ നേരത്തെ തന്നെ ഉണർന്ന് നല്ല മനസ്സോടുകൂടി ലഘുവായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വളരെ വേഗത്തിൽ തന്നെ പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുക. പരീക്ഷാ ഹാളിൽ നമുക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വളരെ ശാന്തമായ മനസ്സോടുകൂടിയിരിക്കുക. ഓവർ ടെൻഷനൊന്നും എടുക്കേണ്ടതില്ല. ഞാൻ അതിങ്ങനെ പറയാൻ കാരണം, അധ്യാപകർ ഇങ്ങനെ പറയുന്നതാണല്ലോ ഞങ്ങളുടെ ടെൻഷൻ എന്ന് ചിലരെങ്കിലും ചിന്തിക്കാറുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ഓർക്കുക. പരീക്ഷകളിൽ സ്വാഭാവികമായും ഇങ്ങനെ പല സബ്ജക്റ്റുകളും എല്ലാം, സൈക്കോളജിയും മാത്സും സോഷ്യൽ സയൻസും മലയാളവും ഇംഗ്ലീഷും ഇതെല്ലാം പഠിച്ചിട്ട് നമ്മൾ ചെന്നിരിക്കുന്നത് സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാവാം അല്ലേ? അത് നിങ്ങളോടൊന്നും പറഞ്ഞാൽ നടക്കുകയില്ല എന്ന് പറയുന്ന കുറേ ഉദ്യോഗാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വാഭാവികമായ ഒരു ടെൻഷൻ കുറച്ചുണ്ടാവും, കറക്റ്റാണ്. ഇത് എനിക്കുള്ളത് ആണ് എങ്കിൽ എനിക്ക് കിട്ടിയിരിക്കും, ഞാൻ ഇത് നേടുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പരീക്ഷാ ഹാളിലിരിക്കുക. എനിക്കുള്ളതാണെങ്കിൽ ഇതെനിക്ക് കിട്ടിയിരിക്കും, ഞാനിത് നേടുക തന്നെ ചെയ്യും. നമ്മുടെ സീറ്റിലിരിക്കുന്നു, ഓടി വന്നൊരു ക്ഷീണം ഒന്ന് മാറുന്നു, ഒരു ദീർഘനിശ്വാസമെടുക്കുന്നു, ബോഡി ഒന്ന് റിലാക്സ് ചെയ്യുന്നു, ക്ലീൻ. നമ്മുടെ കയ്യിൽ OMR ഷീറ്റ് എത്തുന്നു. കൃത്യമായ ബബ്ലിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് എല്ലായ്പ്പോഴും ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കണം. കൃത്യമായ ബബിൾ ചെയ്തിട്ടില്ല എന്ന പേരിൽ തന്നെ എല്ലാ ശരിയായി നല്ല ഉത്തരങ്ങൾ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പേപ്പർ പോലും തെറ്റായി രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്, റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് പേര് എഴുതുന്നത് മുതൽ, റോൾ നമ്പർ എഴുതുന്നത് മുതൽ വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. പേരെഴുതുമ്പോൾ തന്നെ നമ്മുടെ പേരിന് 2 ഭാഗങ്ങളുണ്ട് എങ്കിൽ സ്പേസ് ഇട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ള വസ്തുത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ പേര് ഷാരി P നായരാണ്. അപ്പോൾ നമ്മൾ പേരെഴുതേണ്ട ഭാഗത്ത് ഷാരി എഴുതുന്നു, ഒരു കോളം വിടുന്നു, അടുത്ത കോളത്തിൽ P എഴുതുന്നു, ഒരു കോളം വിടുന്നു, പിന്നെ നായർ എഴുതുന്നു. ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത് എന്ന വസ്തുത ഓർക്കുക. അതുപോലെ ബുക്ക്ലെറ്റ് നമ്പർ നോക്കുക, അത് കൃത്യമായിട്ട് എഴുതുക. റോൾ നമ്പർ നോക്കുക, സെറ്റ് എഴുതുക അല്ലേ? ക്വസ്റ്റ്യൻ സെറ്റിൻ്റെ കോഡ് ആ ഭാഗം പൂരിപ്പിക്കുക.
അതുപോലെ നമ്മുടെ റോൾ നമ്പർ അക്കത്തിലും അക്ഷരത്തിലും ബബിൾ ചെയ്യേണ്ട ആ ഭാഗം അത് കൃത്യമായി ചെയ്യുക എന്നുള്ളതും ശ്രദ്ധയോടെ നോക്കേണ്ട വസ്തുതകളാണ്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്ന ഒരു തെറ്റായ ബബിളിംഗ് രീതിയാണ് നമ്മുടെ ബബിൾ നല്ലതുപോലെ കറുപ്പിക്കുകയില്ല. ഓർക്കുക, ഉപയോഗിക്കേണ്ട പേന നീല, കറുപ്പ്, ബോൾ പോയിൻ്റ് പേനകളായിരിക്കണം. ജെൽ ഐറ്റമുള്ള പേനകളൊന്നും തന്നെ ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന വസ്തുത ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തു ചെയ്യുന്നു? ബബിളിംഗ് വളരെ കറക്റ്റായിരിക്കണം. ആ ഓവൽ ഷേപ്പ് കൃത്യമായി ബബിൾ ചെയ്യുക, പുറത്തേക്ക് പോകാതിരിക്കുക. കൃത്യമായും അല്ലേ റീഡിങ്ങിൽ നമ്മുടെ മാർക്ക് നമുക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായ ബബിളിംഗ് വളരെ കൃത്യമായിരിക്കണം എന്ന വസ്തുത ഓർത്തു വച്ചിരിക്കുക. അതുകൊണ്ട് പകുതിയായിട്ട് ബബിൾ ചെയ്ത് നിർത്തോ അല്ലേ ഒരു പുറത്തു പോകുന്ന തരത്തിലോ ബബിളിംഗ് ഉണ്ടാവാൻ പാടില്ല എന്ന വസ്തുത ഓർക്കുക. അതുപോലെ റഫ് വർക്ക് പലപ്പോഴും ഉദ്യോഗാർത്ഥികൾ ആദ്യം റഫ് വർക്കിന് നോക്കുന്ന നമ്മുടെ OMR ഷീറ്റ് എടുത്ത് തൊട്ട് ബാക്കിലെടുത്ത് റഫ് ചെയ്യുകയാണ്. അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ പരീക്ഷാഭവൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 2 ഭാഗത്ത് റഫ് വർക്കിനുള്ള പേജുണ്ട്. രണ്ടാമത്തെ പേജും ഏകദേശം ഒരു 31ാമത്തെ പേജും ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് റഫ്, അതായത് ഒരു ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ രണ്ടാമത്തെ പേജും തുറക്കുമ്പോൾ ഇടതുവശത്ത് വരുന്ന ഒരു പേജും ഏറ്റവും അവസാനത്തെ ഉൾഭാഗത്തെ പേജും നമുക്ക് റഫ് വർക്കിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ആ ഭാഗം മാത്രമേ ഉദ്യോഗാർത്ഥികൾ റഫ് വർക്കിന് വേണ്ടി ഉപയോഗിക്കാവൂ എന്ന വസ്തുതയും ഉദ്യോഗാർത്ഥികൾ ഈ കേറ്ററ്റ് എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കേണ്ട വസ്തുതകളാണ്. ഓക്കെ, നമുക്കറിയാം 150 മാർക്കിനാണ് ഓരോ പേപ്പർ. 150 മാർക്കിനാണ്. 2.5 മണിക്കൂറാണ് പരീക്ഷ ടൈം എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറി പെട്ടവർ ഏകദേശം ഒരു 150-ൽ 90ഓളം മാർക്ക് കരസ്ഥമാക്കേണ്ടതുണ്ട്. അതുപോലെ സംവരണ സമുദായക്കാരാണെങ്കിൽ ഒരു 82ഓളം മാർക്ക് നമുക്ക് കൈവശം വയ്ക്കേണ്ടതുണ്ട് എന്നുള്ള വസ്തുത ഓർക്കുക. പിന്നെ സാധാരണ പരീക്ഷയ്ക്ക് ചെയ്യുന്നത് പോലെ ഒന്നിൽ കൂടുതൽ ആൻസർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ആൻസർ ചെയ്തിട്ട് അത് തെറ്റാന്ന് തോന്നുന്നു, അടുത്ത ഒരെണ്ണം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്തത് എറേസ് ചെയ്യാനോ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ക്കാനോ എറേസർ ഉപയോഗിക്കാനോ പാടില്ല എന്ന വസ്തുതയും ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിൽ PSC പരീക്ഷകൾക്കൊക്കെ പോകുന്ന ഉദ്യോഗാർത്ഥികൾ ഇത് ചെയ്ത് ശീലിക്കുന്ന രീതിയുണ്ട്. ഇപ്പോൾ കുറേയധികം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അനുതാപപൂർവ്വം സമാധാനത്തിൽ ശ്രദ്ധയോടെ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ OMR ഷീറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാന വസ്തുത ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഒന്ന് കേട്ട് നമുക്ക് പരിഭ്രാന്തി ഒന്നുമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന വസ്തുതയാണ്. ഓക്കെ ആണല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു പാറ്റേൺ നമുക്കറിയാവുന്നതാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചെടുത്ത് നമ്മളത് അതിൻ്റെ ശരിയായ സെൻസിലേക്ക് എത്തുമ്പോഴത്തേക്ക് സമയം കടന്നു പോകാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സജഷൻ, പ്രത്യേകിച്ചും എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 3-4 റീഡിംഗ് ടൈമിലേക്ക് മാറ്റി വെക്കുക. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ പാർലമെൻറ്റിലൊക്കെ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത് പാസ്സാക്കാൻ 3 റീഡിംഗ് നടത്താറുണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് പരീക്ഷിക്കാവുന്ന ഒരു വസ്തുതയാണ് 3 റീഡിംഗ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ഇതിപ്പം കേറ്ററ്റ് ജൂൺ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ? ജൂൺ 25 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. നമുക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ 2 ഭാഗത്തിലും നമുക്ക് ചോദ്യങ്ങൾ കാണാൻ കഴിയും. ഇടതുവശത്ത് മലയാളത്തിലും അതിൻ്റെ വലതുവശത്ത് ഇടതുവശത്ത് മലയാളത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ വലതുവശത്ത് തന്നെ അതിൻ്റെ ഇംഗ്ലീഷ് രൂപവും നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെഡഗോഗി ആണ് എങ്കിൽ അങ്ങനെ ഇംഗ്ലീഷും മലയാളവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സമാധാനത്തിൽ മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അത് വായിച്ച് ശരിയായി നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് എന്താ? അവിടെ ഒരു പ്രശ്നം വരുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് റീഡിംഗ് എൻ്റെ ഒരു സജഷനാണ്. താല്പര്യമുള്ളവർക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആദ്യം മുതൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ OMR ഷീറ്റിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതിൻ്റെ ഉത്തരം അറിയാം, ബി അടയാളപ്പെടുത്തുന്നു. 2ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ഫസ്റ്റ് റീഡിങ്ങിൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നുവോ അത്
സെക്കൻഡ് നമുക്ക് ഓപ്ഷൻ കിട്ടുന്നു എ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നു. കുട്ടികളിൽ ഭാഷാ നൈപുണികൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും ശരിയായ പ്രവർത്തനക്രമം ശ്രവണം, ഭാഷണം, ലേഖനം, വായന. അങ്ങനെയാണോ? ശ്രവണം, ലേഖനം, ഭാഷണം, വായന ആണോ? ശ്രവണം, ഭാഷണം, വായന, ലേഖനം ആണോ? ശ്രവണം, വായന, ലേഖന, ഭാഷണം. പെട്ടെന്നൊരു കൺഫ്യൂഷൻ നമുക്ക് പെട്ടെന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നു എന്ന് തോന്നിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ ഇടുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഇൻറ്റു ഇടുന്നു. എന്നിട്ട് OMR ഷീറ്റിൽ നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, വായിക്കുന്നു, ആൻസർ ചെയ്യുന്നു. അറിയാമെങ്കിൽ ആൻസർ ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് പെൻഡിങ് ഇടുന്നു. 5, 6 അങ്ങനെ നമ്മുടെ ആ ഒന്നാമത്തെ പാർട്ടിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഒരു തന്നിട്ടുള്ള ഒരു 31 ക്വസ്റ്റ്യൻ അല്ലേ, 31 പേജുള്ള ഒരു 90 ക്വസ്റ്റ്യൻ. ആ 90 ക്വസ്റ്റ്യൻ വരെ നമ്മളങ്ങ് ഫസ്റ്റ് റീഡിങ് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ചെയ്യുന്നു. ആദ്യത്തെ നമുക്കൊരു 10-20 മിനിറ്റ് എടുക്കുമായിരിക്കും അല്ലേ. പിന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ സെക്കൻഡ് റീഡിങ് നടത്തുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ സെക്കൻഡ് റീഡിങ് നടത്തുന്നു. സെക്കൻഡ് റീഡിങ് നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ പെൻഡിങ് ഇട്ട ക്വസ്റ്റ്യൻ മാത്രം അപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മതിയാകും. അപ്പോൾ സമാധാനമായി ഈ പെൻഡിങ് ഇട്ട ക്വസ്റ്റ്യനിൽ ചിലത് നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. അതിൻ്റെ ഓപ്ഷൻസ് നമ്മൾ മറ്റ് ആൻസർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപബോധ മനസ്സിൽ നമ്മൾ പെൻഡിങ് ഇട്ട ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അവിടെ അടിഞ്ഞുകൂടും. നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുമ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിൽ നമ്മൾ ചെയ്യുന്നു, പെൻഡിങ് ഇട്ട ക്വസ്റ്റ്യൻ മാത്രം നോക്കുന്നു. ആൻസർ അറിയാമെങ്കിൽ അത് ബബിൾ ചെയ്തു പോകുന്നു. അപ്പോൾ പെൻഡിങ് ഇട്ട ചില ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നു. എന്ന് പറഞ്ഞാൽ ആദ്യ പകുതിയിലധികം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് പരമാവധി നമുക്ക് സ്വന്തമായി അറിയാവുന്ന നമ്മുടെ സ്വന്തം മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. പിന്നെ ലാസ്റ്റ് തേർഡ് റീഡിംഗ് ആണ് അല്ലേ. മൈനസ് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവസാന നിമിഷത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാതെ പോയ ഒരു 5-6 ചോദ്യം അല്ലെങ്കിൽ മാക്സിമം ഒരു 10 ചോദ്യങ്ങളുണ്ടാവാം. 10 ചോദ്യമൊക്കെ വളരെ അപൂർവമായിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഒരു 3-4 ചോദ്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. എത്ര നോക്കിയിട്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ റീഡിങ്ങിൽ നമ്മൾ ആദ്യ OMR ഷീറ്റിൽ ചെയ്ത കുറച്ച് ആൻസേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ A ആണ് വരുന്നതെങ്കിൽ, ഏറ്റവും കൂടുതൽ B ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറിഞ്ഞുകൂടാത്ത ഏറ്റവും അവസാനത്തെ റീഡിങ്ങിൽ അറിഞ്ഞുകൂടാത്ത ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാം B അങ്ങ് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം A മാത്രം അങ്ങ് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? അവിടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്ന വസ്തുത ഉദ്യോഗാർത്ഥികൾ ഓർത്തിരിക്കുക. ക്ലിയർ? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഞാനിവിടെ സൂചിപ്പിച്ചു. പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് ആണ് ഇത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ 1-2 കാറ്റഗറിയിൽ നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ അത് ലഭിക്കുന്നത് ഏതൊക്കെയാണ് എന്നുള്ള വസ്തുത നമുക്കൊന്ന് നോക്കാം. നോക്കൂ, എക്സാം പാറ്റേൺ കാറ്റഗറി 1 വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ഒന്ന് നോക്കൂ. അപ്പോൾ 150 മാർക്കാണ് അല്ലേ. 150 ക്വസ്റ്റ്യൻ 150 മാർക്കാണ് അല്ലേ. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി 30 ക്വസ്റ്റ്യനാണ്, 30 മാർക്കാണ്. പിന്നെ ഭാഷയാണ് തമിഴ് അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ മലയാളം 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. ഇംഗ്ലീഷ് ഓർ അറബിക് 30 മാത്തമാറ്റിക്സ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് 30 മാർക്കാണ് അല്ലേ. അങ്ങനെ 150 മാർക്ക്, 150 ക്വസ്റ്റ്യൻ 150 മാർക്കാണ് അതിനകത്ത് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. നോക്കൂ, അപ്പർ പ്രൈമറിയിൽ ഡിവിഷനിലേക്ക് നോക്കുമ്പോൾ അപ്പർ പ്രൈമറി കാറ്റഗറി 2 നോക്കുമ്പോൾ നമുക്കറിയാം സബ്ജക്റ്റ് അതിലും 150 ആണ്. 150 ക്വസ്റ്റ്യൻ 150 മാർക്കാണ് അല്ലേ. നോക്കൂ, അവിടെ വേണ്ടത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി. നമുക്ക് നോക്കാം 11-14 വരെയുള്ള ആ ഏജ് ഗ്രൂപ്പാണ് അതിനകത്ത് വരുന്നത്. പ്രധാനമായും അതിനകത്ത് 30 ക്വസ്റ്റ്യനാണ് ഉള്ളത്. അതുപോലെ മലയാളം ഏതാണ് ലാംഗ്വേജ് 1 അല്ലേ. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് നോക്കുന്നു. അപ്പോൾ മലയാളം, തമിഴ് ഓർ കന്നഡ, ഇംഗ്ലീഷ് 30 അല്ലേ. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് കാറ്റഗറി 2 നമ്മൾ ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ഏതാണ് നോക്കുന്നു, മലയാളം ഓർ ഇംഗ്ലീഷ് അല്ലേ. നമുക്കറിയാം ചെയ്തിട്ടുള്ളവർ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തിട്ടുള്ള വസ്തുതയാണത്. 30 മാർക്കാണ് അല്ലേ.
നോക്കൂ, പിന്നെ വരുന്നത് എന്താണ്? 60 മാർക്ക് വരുന്നത് എന്താ? സയൻസുകാർക്ക് മാത്സ് ആൻഡ് സയൻസ്, സോഷ്യൽ സയൻസുകാർക്ക് സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ അല്ലേ. അതർ ടീച്ചേഴ്സ് എ ഓർ ബിയും അല്ലാത്ത അതർ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ക്വസ്റ്റ്യനാണ് 60 മാർക്ക് അല്ലേ. അത് നമുക്കറിയാമല്ലോ. സയൻസ് അധ്യാപകരാണെങ്കിൽ മാത്സും സയൻസും അത് അറ്റൻഡ് ചെയ്യണം. സോഷ്യൽ സയൻസ് അധ്യാപകരാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യേണ്ട, അവർക്ക് സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 150 + 150 മാർക്ക്. അങ്ങനെ ഈ കാറ്റഗറി 2. അപ്പോൾ ഫെബ്രുവരി മാസം 2026 ഫെബ്രുവരി മാസം കേറ്ററ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഒന്ന് കേട്ട് ഒന്ന് തയ്യാറെടുപ്പ് നടത്തട്ടെ. പരിഭ്രാന്തി ഒന്നുമില്ലാതെ സമാധാനത്തോടെ, ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും നമുക്ക് പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകും. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.